soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. മാർപ്പാപ്പമാരെ അല്ലെങ്കിൽ വ്യക്തികളെ താരതമ്യം ചെയ്യുന്നത് ഒരു നല്ല കാര്യമോ ശരിയായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും എൻ്റെ ഓർമ്മയിലുള്ള 5 മാർപ്പാപ്പമാരെ പറ്റി ഒന്നിനൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിൽ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം അദ്ദേഹം 31 ദിവസം മാത്രം ജീവിച്ചിരുന്നുള്ളൂ. പ്രബോധന രേഖകളായിട്ടും മറ്റും നമുക്ക് ധാരാളം സംഭാവന നൽകാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയുള്ള 5 മാർപ്പാപ്പമാരെ പറ്റി ഞാൻ സൂചിപ്പിക്കുക. അതിൽ ആദ്യത്തെ 2 മാർപ്പാപ്പ, ഒന്ന് ജോൺ 23 മാർപ്പാപ്പയും രണ്ടാമത്തത് പോൾ 6 മാർപ്പാപ്പയാണ്. ഇവർ രണ്ടുപേരും ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവർ രണ്ടുപേരും ലോകത്തിലേക്ക് കണ്ണു നട്ടവരാണ്. നമ്മൾ ഓർക്കണം, ഏതാണ്ട് 80 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ജോൺ 21 മാർപ്പാപ്പ 2ാം വത്തിക്കാൻ സുനോസ് വിളിച്ചു കൂട്ടിയത്. വത്തിക്കാൻ കൂരിയയിൽ ആരോടും അദ്ദേഹം കാര്യമായിട്ട് ആലോചിച്ചാലും സമ്മതിക്കില്ലായിരുന്നു. കാരണം അപകടം പിടിച്ചൊരു പണിയാണ് അങ്ങനെ ഒരു സുനോസ് കൂടുക എന്ന് പറയുക. പക്ഷേ അദ്ദേഹം ആ വയസ്സ് ആയിരുന്ന അവസരത്തിൽ 80ഓളം വയസ്സുള്ളപ്പോഴാണ് 2ാം വത്തിക്കാൻ സുനോസ് പ്രഖ്യാപിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഭയുടെ വാതിലുകളും ജനലുകളും ഒക്കെ തുറന്നിട്ട് കുറച്ച് ശുദ്ധവായു സഭയുടെ ഉള്ളിലേക്ക് കയറേണ്ട സമയമായി. ഈ സഭയെ ഒന്ന് നവീകരിച്ചെടുക്കണം. പക്ഷേ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോഴും അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പോൾ 6 മാർപ്പാപ്പ. സത്യം പറഞ്ഞാൽ 2ാം വത്തിക്കാൻ സുനോസിൻ്റെ എല്ലാ ഭാരവും പേറേണ്ടി വന്നത് ഇത് തുടങ്ങി വെച്ച ജോൺ 21 മാർപ്പാപ്പയ്ക്കല്ല, മറിച്ച് അത് തുടരാനായിട്ട് വിധിക്കപ്പെട്ട പോൾ 6 മാർപ്പാപ്പയ്ക്കാണ്. അദ്ദേഹത്തെ പറ്റി പാറേക്കാട്ടിൽ പിതാവ് തൻ്റെ ആത്മകഥയിൽ ഒരു മനോഹരമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം വളരെയധികം ബന്ധം പോൾ 6 മാർപ്പാപ്പയായിട്ട് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് കാട്ടിൽ പാറേക്കാട്ടിൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ചില മാർപ്പാപ്പമാരെ ദ ഗ്രേറ്റ് എന്ന് വിളിക്കാറുണ്ട്. ലിയോ ദ ഗ്രേറ്റ്, ഗ്രിഗറി ദ ഗ്രേറ്റ് എന്ന് പറയുന്ന പോലെ പാറേക്കാട്ടിൽ പിതാവ് പറഞ്ഞു പോൾ 6 പോൾ ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന്. കാരണം അത്രയും വലിയൊരു മനുഷ്യനായിരുന്നു ഈ പോൾ 6 മാർപ്പാപ്പ. അപ്പോൾ പോൾ 6 മാർപ്പാപ്പയും ജോൺ 21 മാർപ്പാപ്പയും ലോകത്തിലേക്ക് നോക്കി ആ ലോകത്തിൻ്റെ ഗതിവിഗതികളൊക്കെ വിലയിരുത്തി അതെല്ലാം ഉൾക്കൊള്ളാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അതിനുശേഷം അതിൻ്റെ മാർപ്പാപ്പമാർ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് സഭയുടെ ഉള്ളിലേക്ക് നോക്കാനാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ജോൺ പോൾ 2 മാർപ്പാപ്പയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും. കാരണം 2ാം വത്തിക്കാൻ സുനോസിന് ശേഷം ചില അപാകതകളൊക്കെ ശ്രദ്ധയില്ലായ്മ മൂലം അല്ലെങ്കിൽ അമിത ആവേശം മൂലം സഭയിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി എന്ന് വിശ്വസിച്ച 2 മാർപ്പാപ്പമാരാണ് ജോൺ പോൾ 2 മാർപ്പാപ്പയും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും. അപ്പോൾ അവർ രണ്ടുപേരും സഭയുടെ ഉള്ളിലേക്ക് നോക്കി അതിനകത്തുള്ള ചില പോരായ്മകളും കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ച് സഭയെ കുറച്ചുകൂടി കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അതിനുശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരിക. ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യത്തെ 2 മാർപ്പാപ്പമാരെ പോലെ ജോൺ 23 പോൾ 6 മാർപ്പാപ്പയും പോലെ ലോകത്തിലേക്ക് കണ്ണു നടാനായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ്. അപ്പോൾ ലോകത്തെ നോക്കുകയും ലോകത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സഭയ്ക്കുണ്ട്. കാരണം ലോകത്തിൻ്റെ മനസ്സാക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നവരാണ് സഭ. അപ്പോൾ ആ ഒരു ശൈലിയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ 12 വർഷക്കാലം ചെലവഴിച്ചത്. കാരണം തുടക്കം തൊട്ടേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളും യാത്രകളും ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച പലരിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് സഭയിലേക്ക് ജോൺ 21 മാർപ്പാപ്പ തുറന്നു വിട്ടതുപോലെ ഒരു വായു അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു പുതിയ സംവിധാനവുമായിട്ട് രംഗത്തേക്ക് വന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. തീർച്ചയായിട്ടും അദ്ദേഹം ഒത്തിരി വിമർശനങ്ങൾ, കർദിനാളന്മാർ പോലും മെത്രാന്മാരും അൽമായരും ദൈവശാസ്ത്രന്മാരും ഒക്കെ അദ്ദേഹത്തെ ഏറെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പതറാതെ തൻ്റെ ബോധ്യങ്ങൾ, അദ്ദേഹം ഒരു ജെസ്യൂട്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ജെസ്യൂട്ട് ഡിസേൺമെൻറ്റിൻ്റെ വിവേകപൂർവ്വം കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ ആരാധനക്രമത്തെ പറ്റിയുള്ള ചില കാഴ്ചപ്പാടുകളെ പറ്റി ആരോ വിമർശിച്ചപ്പോൾ അന്ന് മാർപ്പാപ്പയുടെ വത്തിക്കാൻ്റെ PRO ആയിരുന്ന ഫെഡറിക്കോ എന്ന് പറയുന്ന ജെസ്യൂട്ട് വൈദ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു ചോദിച്ചു, ഈ മാർപ്പാപ്പ മറ്റ് ജോൺ പോൾ 2 മാർപ്പാപ്പയെ പോലെയും ബെനഡിക്റ്റ് മാർപ്പാപ്പയെ പോലെയും ഈ ലിറ്ററേച്ചർ കാര്യങ്ങളിൽ, റൂബിക്സിൻ്റെ കാര്യങ്ങളിൽ, തിരുവസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കാണിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്പം നർമ്മം കലർത്തി ഈ ലൊംബാർദി, ഈ ഫെഡറിക്കോ ലൊംബാർദി പറഞ്ഞൊരു കമൻ്റുണ്ട്, ആഫ്റ്റർ ഓൾ ഹീസ് എ ജെസ്യൂട്ട്.
അദ്ദേഹം ഒരു ജെസ്യൂട്ടാണ് എന്നൊരു കമൻറ്റ് പറഞ്ഞ് ഞാൻ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ അങ്ങനെയുള്ള പാരഫെർനാലിയയോട്, അങ്ങനെയുള്ള അലങ്കാരങ്ങളോട്, ആലങ്കാരിക ഭാഷയോടൊക്കെ പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് പകരം ഈ ലോകത്തിൽ ജീവിക്കുന്ന സഭയെ അതിലെല്ലാ കുറവുകളോടും നന്മകളോടും കൂടി തിരിച്ചറിയാനായിട്ട് ശ്രമം നടത്തിയ ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ.